നമസ്കാരം. 2024 മാർച്ച് 2 അതിരാവിലെ 4 മണി കഴിഞ്ഞ് 40 ആ സമയത്ത് രണ്ട് ചെറുപ്പക്കാർ കട്ടപ്പനയിൽ ഓക്സിലിയം സ്കൂളിന്റെ സമീപത്ത് ബൈക്കിലെത്തി. ആ ഓക്സിലിയം സ്കൂളിന്റെ സമീപത്തെത്തിയതും പുറകിരിക്കുന്ന ചെറുപ്പക്കാരൻ മുന്നിലിരിക്കുന്ന ആളോട് പറഞ്ഞു, വണ്ടി നിർത്തി. അവൻ വണ്ടി നിർത്തിയതും പുറകിരിക്കുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി. അവൻ അതിവേഗം ആ സ്കൂളിന് സമീപത്ത് കാണുന്ന വർക്ക്ഷോപ്പ് പോലുള്ള ഒരു ഭാഗത്തേക്ക് ഓടി. അത് ഈ ആക്രി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ചെറുപ്പക്കാരൻ ഓടിപ്പോകുന്നത് കണ്ടതും ബൈക്ക് ഓടിച്ചിരുന്ന ചെറുപ്പക്കാരനും വാഹനത്തിൽ നിന്നിറങ്ങി ആ ചെറുപ്പക്കാരനെ പിന്തുടർന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഓടി ആ ആക്രി സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെത്തുമ്പോൾ മുന്നേ പോയി ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറിയിരുന്നു. അകത്തേക്ക് കയറിയതും ശബ്ദമുണ്ടാക്കുന്നതും പുറകെ വരുന്ന ചെറുപ്പക്കാരൻ കേട്ടു. അവൻ ഓടി വരുമ്പോൾ അകത്ത് വേറൊരാളുണ്ട്. അവൻ കയ്യിലിരുന്ന ഒരു കമ്പി കൊണ്ട് അവൻ്റെ കൂട്ടുകാരനെ ആഞ്ഞടിച്ച ശബ്ദമാണ് യഥാർത്ഥത്തിൽ അവൻ കേട്ടത്. പെട്ടെന്ന് അവർ രണ്ടുപേരും ആ അജ്ഞാതനെ നേരിട്ടു. കൈ കിട്ടിയ കമ്പി കൊണ്ട് അവർ ആ അജ്ഞാതനെ ആഞ്ഞടിച്ചു. അടി കൃത്യം അവൻ്റെ കാലിലാണ് കൊണ്ടത്. അടിയേറ്റ് അവൻ താഴെ വീണു. അവർ രണ്ടുപേരും കൂടി അവനെ പിടികൂടി. മാർച്ച് 2 രാവിലെ ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് അതേ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 30,000 രൂപയുടെ സാധനം മോഷണം പോയിരുന്നു. അതറിയാവുന്നത് കൊണ്ടാണ് ആ കടയുടമസ്ഥന്റെ മകൻ അവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചത്. ആ ചെറുപ്പക്കാരനെ പിടിച്ച് നിർത്തിയ അവർ ഉടൻ തന്നെ ആ കടയുടെ ഉടമസ്ഥനെ വിളിച്ചു. അയാളുടെ പേര് വേലായുധൻ എന്നാണ്. മകൻ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് വേലായുധൻ സ്ഥലത്തെത്തി. 30,000 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച ആ മോഷ്ടാവിനെ അവർക്ക് വലിയ പരിചയമൊന്നുമില്ല. സ്ഥിരം മോഷ്ടാവായിരിക്കും ആ കക്ഷി എന്ന് തോന്നിയത് കൊണ്ട് അവരുടൻ തന്നെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുത്ത ആള് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞതിന് ശേഷം ഇൻസ്പെക്ടർ സുരേഷ് കുമാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇൻസ്പെക്ടർ യഥാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് മാറി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വിവരം അറിഞ്ഞതും ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് സുരേഷ് കുമാറും ടീമും എത്തുമ്പോൾ അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു മോഷ്ടാവിനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ മോഷ്ടാവിനെ കൈവയ്ക്കുന്നത് ഒരു പതിവാണ്. പക്ഷെ ഭാഗ്യത്തിന് ആ മോഷ്ടാവിന്റെ പുറത്ത് ആരും കൈവച്ചിട്ടില്ല. അതിന്റെ കാരണം അവന്റെ അവസ്ഥയാണ്. അവന്റെ മുട്ടുകളിന് താഴെയാണ് അടിയേറ്റിരിക്കുന്നത്. അതിന്റെ ഫലമായി അവനെ എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. സംഭവ സ്ഥലത്തെത്തിയ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ അവന്റെ പേര് ചോദിച്ചു. അവന്റെ പേര് വിഷ്ണു എന്നാണ്. അവന്റെ മൊബൈൽ ഫോൺ കയ്യിൽ വാങ്ങിച്ച സുരേഷ് കുമാർ ആ ഫോണിലെ കോൾ ഡേറ്റയിലൂടെ ഒന്ന് കടന്നു. ആ രാത്രിയിൽ അവനെ ഒരു ഫോണിൽ നിന്ന് ഒരുപാട് തവണ വിളിച്ചിരിക്കുകയാണ്. ആ വിളിച്ചിരിക്കുന്ന ആളുടെ പേര് നിതീഷ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാ നിതീഷ് എന്ന് വിഷ്ണുയോട് ചോദിച്ചപ്പോൾ അവന്റെ കൂട്ടുകാരനാണെന്ന് വിഷ്ണു മറുപടി പറയുകയും ചെയ്തു. കള്ളന്റെ കൂട്ടുകാരൻ സ്വാഭാവികമായിട്ട് ഒരു കള്ളനായിരിക്കുമല്ലോ. അങ്ങനെ തോന്നിയതും സുരേഷ് കുമാർ സൈബർ സെല്ലിൽ വിളിച്ച് ആ നമ്പർ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അധികം സമയം കഴിയുമ്പോൾ ആ നിതീഷുള്ള സ്ഥലം സൈബർ സെല്ല് സുരേഷ് കുമാറിനെ അറിയിച്ചു. സുരേഷ് കുമാർ ഒരു ടീമിനെ ആ നിതീഷുള്ള സ്ഥലത്തേക്ക് അയച്ചു. ഈ സമയത്ത് സുരേഷ് കുമാർ സംഘാംഗങ്ങളും ആ ആക്രി സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തുള്ള ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഈ വിഷ്ണുവിനെ കൊണ്ട് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് അവനെ കൊണ്ടുവരുന്നത് തന്നെ ഒരു ആംബുലൻസിലാണ്. അവന്റെ കാർ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവന് എത്രയും പെട്ടെന്ന് ആശുപത്രി ചികിത്സ അനിവാര്യമാണ്. പക്ഷേ ഒരു മോഷണ ശ്രമത്തിനിടയിലാണ് അവന് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ചില സംവിധാനങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അവനെ കട്ടപ്പന സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇതിനിടയിൽ സുരേഷ് കുമാർ അവന്റെ ഫോണിൽ കണ്ട ഒരു നമ്പർ നോട്ട് ചെയ്തു. ആ ഫോൺ നമ്പറിന് നേരെ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അമ്മ എന്നാണ്. ആ പേര് കണ്ടതും ഇൻസ്പെക്ടർ സുരേഷ് കുമാർ അമ്മ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു. ബെല്ലടിച്ച് അല്പസമയം കഴിയുമ്പോൾ തന്നെ മറുഭാഗത്തു നിന്ന് ഫോൺ എടുത്തു. വിഷ്ണുവിന്റെ അമ്മ തന്നെയാണ് ഫോൺ എടുത്തത്. അവര് ദൂരെ ഒരു സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണെന്നാണ് ചോദ്യത്തിന് ഉത്തരമായി ആ സ്ത്രീ സുരേഷ് കുമാറോട് പറഞ്ഞത്. മകൻ ഇവിടെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലുണ്ടെന്നും അവനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരണമെന്നും പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഉടൻ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ അമ്മയെ സുരേഷ് കുമാർ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. വിഷ്ണുവിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് വിഷ്ണുവിനെ ആംബുലൻസിൽ കയറ്റി കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനിടയിൽ നിതീഷിനെ പിടിച്ചുകൊണ്ട് പോലീസ് രംഗത്തെത്തിക്കഴിഞ്ഞു. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ആംബുലൻസിനകത്ത് വിഷ്ണു കിടക്കുന്ന അതേ സമയത്താണ് വിഷ്ണുവിന്റെ അമ്മ ആ സ്റ്റേഷനിലേക്ക് വരുന്നത്. സ്റ്റേഷനിലേക്ക് വന്ന ആ സ്ത്രീയെ കണ്ട
പോലീസുകാർ ആകെ ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും വിളറി വെളുത്ത ഒരു ദുർബല രൂപം. അവരുടെ തലമുടി മുഴുവൻ നരച്ചിട്ടുണ്ട്. വിഷ്ണുവിന് അത്ര പ്രായമൊന്നുമില്ല. അവൻ്റെ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിച്ചൊരു പ്രായമുണ്ട്. ആ പ്രായത്തേക്കാൾ ഒരു 10-25 വയസ്സെങ്കിലും കൂടുതൽ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു രൂപമാണ് ആ സ്ത്രീയുടേത്. ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവരുടെ പേര് പോലീസ് മനസ്സിലായി. അവരുടെ പേര് ഉഷ എന്നാണ്. അവർ പക്ഷേ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടിക്ക് വല്ലാത്തൊരു അവ്യക്തത, ഒരു ക്ലാരിറ്റി ഇല്ല. അതുമാത്രമല്ല, അവരുടെ ശബ്ദം ഇടറുന്നുമുണ്ട്. അവരുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിക്കുന്നുമുണ്ട്. അവർ അഭിനയിക്കുന്നതാണോ യഥാർത്ഥത്തിൽ അവർക്ക് വയ്യാത്തതാണോ? ഒരു കൺഫ്യൂഷൻ പോലീസിനുണ്ട്. ആ കൺഫ്യൂഷൻ തോന്നിയതും ഇൻസ്പെക്ടർ സുരേഷ് കുമാർ പോലീസുകാരോട് പറഞ്ഞു, എന്തായാലും ഈ അവസ്ഥയിൽ അവരുടെ മകനെ കാണിക്കണ്ട. ചിലപ്പോൾ ആ കാഴ്ച അവരെ വളരെ വേദനിപ്പിച്ചേക്കും. ഹാർട്ട് അറ്റാക്ക് പോലും ചിലപ്പോൾ ആ സ്ത്രീക്ക് ആ സമയത്ത് വന്നേക്കാം. അതാണ് അവരുടെ കണ്ടീഷൻ. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ആവശ്യപ്പെട്ട അനുസരിച്ച് പോലീസുകാർ ഉടൻ തന്നെ കട്ടപ്പനയുള്ള സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ കം ഓർഫനേജുകാരുമായി കോൺടാക്ട് ചെയ്തു. അവിടെ ആ സ്ത്രീക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കി. അവര് ഒന്ന് നോർമൽ ആകുമ്പോൾ അവരോട് കാര്യങ്ങൾ തിരക്കാം. അങ്ങനെ കരുതിയ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സംഘാംഗങ്ങളും ആംബുലൻസിൽ വിഷ്ണുവിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അതേ സമയത്ത് തന്നെ നിതീഷിനോട് അവർ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിതീഷിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറയുന്ന മറുപടികളിൽ ഒരു പൊരുത്തക്കേട് തോന്നി. ഇതേ പൊരുത്തക്കേട് നേരത്തെ വിഷ്ണുവിനോട് സംസാരിച്ചപ്പോഴും പോലീസിന് തോന്നിയിരുന്നു. രണ്ടുപേരും എന്തൊക്കെയോ ബന്ധമില്ലാതെ സംസാരിക്കുന്നത് മനസ്സിലായതും അവരെ രണ്ടുപേരെയും കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം അവരെ വിട്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തി. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു കാര്യം ചെയ്തു. നിതീഷിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി പീരുമേട് ജയിലിൽ റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് അവരെടുത്തത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഈ സമയത്താണ് വിഷ്ണുവിനെ കൊണ്ട് ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുന്നത്. ആ വാഹനം കട്ടപ്പനയിൽ നിന്ന് അധികം ദൂരത്ത് പോയിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഒരു കടയിൽ ചായ കുടിക്കാനായി ആംബുലൻസ് നിർത്തുമ്പോൾ വിഷ്ണുവോട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് പോലീസ് തിരക്കി. അവൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പൊറോട്ട വേണമെന്നാണ് പറഞ്ഞത്. പോലീസ് അവന് പൊറോട്ടയും മുട്ടക്കറിയും രാവിലെ തന്നെ വാങ്ങിച്ചു കൊടുത്തു. ശരിക്കും ആ ചെറുപ്പക്കാരൻ പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കുന്ന കാഴ്ച കണ്ട ആ ആംബുലൻസിൽ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. ഒരുപാട് പ്രതികളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഭക്ഷണം കണ്ടിട്ട് ഒരുപാട് ദിവസമായ ഒരാളുടെ ബോഡി ലാംഗ്വേജ് ആണ് വിഷ്ണുവിനുള്ളത്. അവൻ ശരിക്കും ആർത്തിയോടുകൂടിയാണ് ആ ഭക്ഷണം കഴിച്ചത്. ഈ സമയത്ത് നേരം നന്നായി പുലർന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നിതീഷിനെ കുറിച്ചും വിഷ്ണുവിനെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ തിരക്കാൻ പോലീസ് തീരുമാനിച്ചു. വിഷ്ണുവിന്റെ കയ്യിലുള്ള ID കാർഡിലെ അഡ്രസ് അനുസരിച്ച് അവന്റെ സ്ഥലം എന്ന് പറയുന്നത് സാഗര കോളനിയാണ്. അത് ഒരു മലയുടെ താഴെയാണ്. ആ കോളനിയുടെ ഭാഗത്തേക്ക് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി. അവര് ആ വീടിനടുത്തെത്തുമ്പോഴാണ് ആ കാര്യം അറിയുന്നത്. വിഷ്ണുവും കുടുംബവും അവിടെ നിന്ന് താമസം മാറ്റിയിട്ട് ഒരുപാട് കാലമായി. വിഷ്ണുവിനെയും അവന്റെ സഹോദരിയും അച്ഛനും അമ്മയും ഒക്കെ അടുത്ത വീട്ടുകാർക്ക് അറിയാം. അവര് കുറെ കാലങ്ങൾക്ക് മുമ്പ് ആ വീടും സ്ഥലം വിറ്റിട്ട് മറ്റെങ്ങോട്ടോ പോയെന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത്. എങ്ങോട്ടാണ് പോയതെന്നതും അവർക്കറിയാം. അവര് അവിടെ നിന്ന് പോയത് അമ്പലക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഏകദേശം ഒരു അഡ്രസ്സും അടുത്ത വീട്ടുകാർക്കറിയാം. പോലീസ് തിരക്കി അവിടെ ചെന്നു. അമ്പലക്കവലിൽ തിരക്കിയപ്പോൾ അവിടെ നിന്ന് വിഷ്ണുവും വീട്ടുകാരും താമസം മാറ്റി ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയ കാര്യം അറിഞ്ഞു. പോലീസ് സ്വാഭാവികമായിട്ടും ഇരട്ടയാർ എത്തി. അവിടെ തിരക്കിയപ്പോൾ അവിടെ നിന്ന് വീട് മാറി വീണ്ടും അമ്പലക്കവലയിൽ എത്തിയതായിട്ട് അറിഞ്ഞു. ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് വീണ്ടും താമസം മാറിയിരിക്കുകയാണ്. അവിടെ നിന്ന് അവർ മാറിപ്പോയിരിക്കുന്നത് കക്കാട്ടുകട കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു ഭാഗത്ത് അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ വേറൊരു ടീം നിതീഷിനെ തിരക്കി തുടങ്ങി. നിതീഷിന്റെ അച്ഛൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. നിതീഷിന്റെ അമ്മ ഒരു പോലീസ് ദമ്പതിമാരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അവന്റെ ജ്യേഷ്ഠനും ഏതോ സ്ഥലത്ത് ജോലിക്കാണ്. നിതീഷുമായിട്ട് അവർക്കധികം ബന്ധങ്ങളൊന്നുമില്ല. തികച്ചും ഒരു ഒറ്റയാനാണ് നിതീഷ്. വെറുമൊരു മോഷണ കേസാണ് അവർ അന്വേഷിക്കുന്നത്. എന്നാലും ആ മോഷണത്തിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ തിരക്കിയത്. നിതീഷിന്റെ വിവരങ്ങൾ തിരക്കിയ ആളുകളും അതുപോലെ വിഷ്ണുവിന്റെ വിവരങ്ങൾ തിരക്കിയ ആളുകളും ആ വിവരങ്ങൾ വൈകുന്നേരത്തോടുകൂടി ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന്റെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിലൂടെ കടന്നുപോയ ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന് ശരിക്കും ഒരു അതിശയം. വിഷ്ണുവിന്റെ അമ്മ അവരുടെ പേര് ഉഷ എന്നാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവരോട് പറഞ്ഞത്. പക്ഷേ വിവരങ്ങൾ ശേഖരിക്കാൻ പോയ ആളുകൾ പറയുന്നത് വിഷ്ണുവിന്റെ അമ്മയുടെ പേര് സുമ എന്നാണ്. അവരെന്തിനാ പേര് മാറ്റി പറഞ്ഞത്?
മനഃപൂർവ്വം അവർ പേര് മാറ്റി പറഞ്ഞതാണോ? ഒരു മോഷ്ടാവിന് ആരൊക്കെ ബന്ധുക്കളുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ അവരെ അങ്ങോട്ട് വിളിപ്പിച്ചതും അവരുടെ പേരൊക്കെ ചോദിച്ചതും. അവരെന്തിനാ പേര് മാറ്റി പറഞ്ഞത്? പേര് മാറ്റി പറയാൻ വേണ്ടി എന്താണ് അവർക്ക് ഒളിക്കാനുള്ളത്? ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ മനസ്സിലേക്ക് വരികയാണ്. ഇൻസ്പെക്ടർ ആ നിമിഷത്തിൽ തന്നെ ഡിവൈഎസ്പിയും കാര്യം അറിയിച്ചു. ഒരു കോംപ്ലിക്കേറ്റഡ് കേസിന്റെ ഒരു സ്വഭാവം ഈ സമയത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന് മനസ്സിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡിവൈഎസ്പിയോട് കാര്യം പറഞ്ഞത്. ഡിവൈഎസ്പി ആ സമയത്ത് തന്നെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് ഒരു വിദഗ്ധ ടീമിനെ അയക്കാമെന്ന് സമ്മതിച്ചു, സൈക്കാട്രിസ്റ്റുകളുടെ ഒരു ടീമിനെ. അതേസമയത്ത് മെഡിക്കൽ കോളേജിലുള്ള വിഷ്ണുവിനോട് കൂടുതൽ വിവരങ്ങൾ തിരക്കാനായി പോലീസ് സംഘം കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ പോലീസ് സംഘം വിഷ്ണുവിനോട് കൂടുതൽ വിവരങ്ങളൊക്കെ തിരക്കുമ്പോൾ ഇവിടെ കട്ടപ്പനയിൽ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വിദഗ്ധരായ ഡോക്ടേഴ്സ് സുമയോട് പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. ഡോക്ടേഴ്സ് വളരെ വിദഗ്ധമായിട്ടാണ് സുമയെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ആരോഗ്യം കട്ടപ്പന സ്റ്റേഷന് മുന്നിൽ അവരെത്തുമ്പോൾ തികച്ചും പരിതാപകരമായിരുന്നു. പക്ഷെ അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. അവര് സംസാരിക്കാവുന്ന സ്റ്റേജിലേക്കൊക്കെ മടങ്ങി വരുന്നുണ്ട്. മടങ്ങി വരുന്ന അവരുടെ സംഭാഷണത്തിൽ കുറേശ്ശെ വ്യക്തതയും വരികയാണ്. അവര് എന്തൊക്കെയോ ഒളിക്കുന്നു എന്ന് തോന്നിയതും അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെ ഒരു ലിസ്റ്റ് പോലീസ് സംഘടിപ്പിച്ചു. അങ്ങനെ സംഘടിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. നേരത്തെ വിഷ്ണുവിന്റെ വീടുകൾ ഒന്നൊന്നായി ഫോളോ ചെയ്ത പോലീസ് സംഘത്തിന് ഒരു വീട്ടിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. വിഷ്ണുവിനെ അവർ പലപ്പോഴും ജംഗ്ഷനിലേക്ക് വെച്ച് കാണാറുണ്ട്. പക്ഷേ അവന്റെ പിതാവ് വിജയനെ ഇപ്പോ കാണാറേയില്ല. കുറെ നാളുകളായി വിജയനെ കണ്ടിട്ട് കുറെ നാളുകളായി എന്ന ആ ഒരു ഉത്തരം ഒരു കൺഫ്യൂഷൻ സുരേഷ് കുമാറിന്റെ ടീമിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള വിഷ്ണുവിനെ കാണാൻ പോലീസ് സംഘം എത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള വിഷ്ണുവിനോട് അവർ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കോഴിക്കോട് പണിക്ക് പോയിരിക്കുന്നു എന്നാണ് വിഷ്ണു മറുപടി പറഞ്ഞത്. എന്ത് പണിയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ പാചകത്തിനൊക്കെ പോകുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അച്ഛൻ ഏത് സ്ഥലത്ത് പണി കിട്ടിയാലും അങ്ങ് പോവും. ഇപ്പം കുറെ നാളുകളായി അച്ഛൻ കോഴിക്കോട് മേഖലയിലാണ്. അവന് വ്യക്തമായ മറുപടിയുണ്ട്. അവന്റെ മറുപടി അറിഞ്ഞതും ആ മറുപടി ആ നിമിഷത്തിൽ തന്നെ ടീം അംഗങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന് റിപ്പോർട്ട് ചെയ്തു. വിഷ്ണുവിന്റെ അച്ഛനെ കുറിച്ച് വിഷ്ണു പറഞ്ഞ ആ കാര്യം സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ അതങ്ങ് വിശ്വസിക്കുകയാണ് സാധാരണ ഇൻസ്പെക്ടർമാരൊക്കെ ചെയ്യുക. പക്ഷെ ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തുടക്കം മുതലേ ഫീൽ ചെയ്യുന്നുണ്ട് സുരേഷ് കുമാറിന്. അതുകൊണ്ട് സുരേഷ് കുമാർ അവിടെ പീരുമേട് ജയിലിലുള്ള നിതീഷിനെ കണ്ട് അവനോട് കൂടി ആ കാര്യം ഒന്ന് തിരക്കാൻ ചില പോലീസുകാരെ ചുമതലപ്പെടുത്തി. നിതീഷിനെ കാണാനായി 2 പോലീസുകാർ പീരുമേട് ജയിലിലെത്തി. പീരുമേട് ജയിലിലുള്ള നിതീഷിനോട് വിഷ്ണുവിന്റെ പിതാവിനെ കുറിച്ച് തിരക്കിയപ്പോൾ നിതീഷ് പറഞ്ഞു, സാർ അയാള് ബീഹാറിൽ പോയിരിക്കുകയാണ്. ബീഹാറിലോ? അതെ സാർ, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി അയാൾ ബീഹാറിലാണ്. ആ മറുപടി അങ്ങനെ തന്നെ അന്വേഷണ സംഘമായ സുരേഷ് കുമാറിന്റെ ടീമിലേക്ക് എത്തി. കോട്ടയത്ത് നിന്ന് ലഭിച്ച മറുപടി ഒന്ന്, പീരുമേട് ജയിലിനകത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി വേറൊന്ന്. ഇതേ സമയത്ത് അവിടെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലുള്ള ഉഷയോടും ആ കാര്യം തിരക്കി. അവർ പറഞ്ഞത് അവരുടെ ഭർത്താവ് കോട്ടയത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്നാണ്. ഒരേ വ്യക്തിയെക്കുറിച്ച് 3 ആളുകൾ 3 വ്യത്യസ്ത ഉത്തരങ്ങൾ പറഞ്ഞതും ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ആ വിവരം ഡിവൈഎസ്പിക്ക് റിപ്പോർട്ട് ചെയ്തു. 3 പേരും ഒരാളെ കുറിച്ചുള്ള ചോദ്യത്തിന് 3 വ്യത്യസ്ത ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ അന്വേഷണ സംഘത്തിന് മുഴുവൻ ലഭിക്കുകയാണ്. എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വീണ്ടും സുമയോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. സുമയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഏതാണ്ട് അർത്ഥബോധാവസ്ഥയിൽ ഒരു മറുപടി പറഞ്ഞു. അവരുടെ ഭർത്താവ് വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു മറുപടി അവർ പറഞ്ഞതും പോലീസിന്റെ കൺഫ്യൂഷൻ ഒന്നുകൂടെ കൂടുകയാണ്. ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി പോലീസ് സുമയുടെയും വിജയന്റെയും എല്ലാ ബന്ധുക്കളെയും ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ വീടുകളിലൊക്കെ ചെന്ന് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചു തുടങ്ങി. അന്ന് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും പിറ്റേന്ന് ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന് ഒരു കോള് വന്നു. കോള് വിളിച്ചത് സുമയുടെ സഹോദരിയുടെ മകളാണ്. സഹോദരിയുടെ മകള് വിളിച്ചത് സുമയുടെ മകളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. പോലീസ് യഥാർത്ഥത്തിൽ വിജയനെ മാത്രമല്ല വിജയന്റെയും സുമയുടെ മകൾ വിദ്യയും ഇതിനിടയിൽ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കാരണം വിഷ്ണു നൽകിയ ആ അഡ്രസ്സിലൂടെ കടന്ന് അവസാനം വിഷ്ണു അവസാനം താമസിച്ചിരുന്ന വീട്ടിൽ അവരെത്തിയിരുന്നു. ആ വീട്ടിൽ അവർ ചെല്ലുമ്പോൾ അവിടെ അടഞ്ഞു കിടക്കുകയാണ്. ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല.
വിഷ്ണുവിന്റെ അഭിപ്രായ പ്രകാരം ആ വീട്ടിൽ താമസക്കാർ 4 വിഷ്ണു, അവന്റെ സഹോദരി വിദ്യ, പിന്നെ അച്ഛനും അമ്മയും. ആ 4 പേരെ തിരക്കി അവിടെ എത്തിയ പോലീസിന് അവിടെ ആരെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പോലീസ് ഈ വിജയനെയും വിജയന്റെ മകൾ വിദ്യയും ബന്ധുവീടുകളിൽ തിരക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന് സുമയുടെ സഹോദരിയുടെ മകളുടെ കോൾ വരുന്നത്. സർ, വിദ്യ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൾ ആരെന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം സുമയുടെ സഹോദരിയുടെ മകള് വിദ്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സുരേഷ് കുമാറിനോട് പറഞ്ഞു. അവളുടെ വീട്ടിലേക്ക് വിദ്യ എത്തുമ്പോൾ വിദ്യ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ശരിക്കും അസ്വസ്ഥയോടെ അവരോട് സംസാരിച്ചു തുടങ്ങിയ വിദ്യ ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം റെസ്റ്റ് എടുത്തപ്പോൾ ലേശം ശാന്തയായിട്ടുണ്ട്. ആ നിമിഷത്തിലാണ് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. ആ വീട്ടിൽ നേരത്തെ പോലീസ് ഈ വിദ്യയെ തിരക്കി ചെന്നിരുന്നതാണ്. അതുകൊണ്ട് കൂടിയാണ് അവൾ പോലീസിനെ വിവരം അറിയിച്ചത്. സുരേഷ് കുമാർ ആ പെൺകുട്ടിയോട് വിദ്യയും കൂട്ടി സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിദ്യയും കൂട്ടി ആ വീട്ടിലെ ആളുകൾ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി. വിദ്യയുടെ അമ്മയെ കണ്ടപ്പോൾ എങ്ങനെ തോന്നിയോ അതേപോലൊരു തോന്നലാണ് വിദ്യയെ കണ്ടപ്പോൾ സുരേഷ് കുമാറിനും സംഘത്തിനും തോന്നിയത്. ശരിക്കും ഒരു മാനസിക അസ്വസ്ഥതയുള്ള ഒരു യുവതിയുടെ എല്ലാ ലക്ഷണങ്ങളും വിദ്യയിലുണ്ട്. അവളോട് സംസാരിക്കാൻ സുരേഷ് കുമാറും ടീമും ശ്രമിക്കുമ്പോൾ അവൾ പറയുന്ന മറുപടിക്ക് ഒരു ബന്ധവുമില്ല. എന്തൊക്കെയോ അവൾ പറയുന്നു എന്നല്ലാതെ ഒന്നിനൊരു കണക്ഷനില്ല. അവരെ കൂടി സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. നേരത്തെ സുമയെ പരിശോധിക്കുന്ന ആ ഡോക്ടേഴ്സിനോട് വിദ്യയെ കൂടി പരിശോധിക്കാൻ DSP ആവശ്യപ്പെട്ടു. 2 പേരെയും പരസ്പരം കാണിക്കാതെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് DSP കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഇവരെല്ലാവരുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ഇപ്പോൾ ഒരു ധാരണ ആ എൻറ്റയർ പോലീസ് സംഘത്തിനുണ്ട്. എന്താണ് ആ കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷെ എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലരും പല ശൈലിയിൽ മറുപടി പറയുന്നത്. ഇവരെല്ലാവരും ഇനി അഭിനയിക്കുകയാണോ എന്നൊരു ചോദ്യവും ഇതിനിടയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വട്ടഭിനയിച്ചാൽ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇവര് ഭ്രാന്ത് അഭിനയിക്കുന്നത്? അതൊരു ചോദ്യമാണ്. എന്തായാലും ആ സുമയും വിധിയും നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഡോക്ടേഴ്സ് അവരോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി സുമ അവരുടെ ഹസ്ബൻഡ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമായും ഉത്തരം പറഞ്ഞത്. അങ്ങനെ സുമ ഒരിക്കൽ കൂടി പറഞ്ഞതും അതിന്റെ വാസ്തവം അറിയാൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള വിഷ്ണുവിനെ ഒന്ന് കാര്യമായി ചോദ്യം ചെയ്യാൻ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സംഘവും തീരുമാനിച്ചു. അവന് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. കാലിൽ പൊട്ടലുണ്ട്, അതിപ്പോൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ആംബുലൻസിലും സ്ട്രെച്ചറിലും ഒക്കെ അവന് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വിഷ്ണുവിന്റെ അടുത്തെത്തിയ സുരേഷ് കുമാർ അവനോട് പതുക്കെ സംസാരിച്ചു തുടങ്ങി. ആദ്യമൊന്നും അവൻ ഒന്ന് വിട്ടുപറയാൻ തയ്യാറായില്ല. പക്ഷേ ചോദ്യങ്ങൾ കൃത്യമായും അവൻ്റെ അച്ഛനിലേക്ക് മാത്രമായി ഒതുങ്ങിയതും അവനൊരു പരിഭ്രമം ഉണ്ടായി. ആ പരിഭ്രമം കൃത്യമായി നോട്ട് ചെയ്ത സുരേഷ് കുമാർ അവനോട് പറഞ്ഞു, നിന്റെ അമ്മ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. നിന്റെ അച്ഛൻ വീട്ടിൽ തന്നെ ഉള്ള കാര്യം നിന്റെ അമ്മ ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം അമ്മ സമ്മതിച്ചു എന്ന് മനസ്സിലായതും വിഷ്ണു പോലീസിനോട് പറഞ്ഞു, ശരിയാ സാറേ, അച്ഛൻ വീട്ടിലുണ്ട്. ആ വീട് പോലീസ് കാണുമ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ വീട്ടിനകത്ത് ആളുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷെ ഇപ്പോൾ വിഷ്ണുവും ഹോസ്പിറ്റലിലുള്ള വിഷ്ണുവിൻ്റെ അമ്മയും പറയുന്നത് ആ വീട്ടിൽ ആ വിജയൻ ഉണ്ടെന്നാണ്. വിഷ്ണുവിനെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസ് നേരെ കട്ടപ്പനയ്ക്ക് കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഒരു വലിയ പോലീസ് സംഘവുമായിട്ടാണ് ശരിക്കും തെളിവെടുക്കാനായി വിഷ്ണുവിനെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കാരണം വിഷ്ണു നൽകിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടുവെന്നും കൊല്ലപ്പെട്ട അവൻ്റെ അച്ഛനെ അവിടെ ആ വീട്ടിൽ കുഴിച്ചു മൂടിയിരിക്കുകയാണെന്നും അവൻ ചോദ്യം ചെയ്യലിൽ സുരേഷ് കുമാറിനോട് പറഞ്ഞു. അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സത്യാവസ്ഥ അറിയാനായി സ്വാഭാവികമായി തെളിവെടുക്കണം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 27 പ്രകാരം തെളിവെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് വിദഗ്ധരുടെ ഒരു വലിയ ടീമും ഡോക്ടേഴ്സിൻ്റെ മറ്റൊരു വലിയ ടീമും സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളൊക്കെ ആ തെളിവെടുക്കുന്ന സമയത്ത് കൂടെ വേണം. ഒരു വൻ സംഘവുമായിട്ടാണ് നമ്മുടെ കട്ടപ്പന പോലീസ് കോട്ടയത്തു നിന്ന് ശരിക്കും ഈ കട്ടപ്പനയിലേക്ക് എത്തുന്നത്. അന്ന് ഒരു ഞായറാഴ്ചയാണ്, 2024 മാർച്ച് 10. മാർച്ച് 2-ാം തീയതി രാവിലെയാണ് ഈ മോഷണ ശ്രമം പിടിക്കപ്പെടുന്നത്. 8 ദിവസം കഴിഞ്ഞപ്പോൾ കഥ ആകെ മാറുകയാണ്. മോഷണ ശ്രമത്തിൽ പിടിക്കപ്പെട്ട വിഷ്ണുവിനെയും കൊണ്ട് പോലീസ് എത്തിയിരിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിലാണ്. ഒരു വൻ പോലീസ് സംഘം വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടതും നാട്ടുകാരും
ആ പോലീസ് സംഘത്തെ അനുഗമിക്കുകയാണ്. ഒരു വലിയ പോലീസ് സംഘം എത്തിയിരിക്കുന്നത് ഒരു ആംബുലൻസുമായിട്ടാണ്. ആളുകൾക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. ആളുകൾ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും ആംബുലൻസിൽ നിന്ന് ഒരു സ്ട്രെച്ചറിൽ ഒരു കക്ഷിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. അവനെ പലർക്കും ഒറ്റ നോട്ടത്തിന് തിരിച്ചറിയാൻ പറ്റി. വിഷ്ണുവാണ്. വിഷ്ണുവിന് എന്ത് പറ്റി? ആ ചോദ്യം പലരും ചോദിക്കുകയാണ്. ഇതിനിടയിൽ ആ വീട്ടിൻ്റെ ഉടമ അവിടെ എത്തി. അതൊരു സ്ത്രീയാണ്. ആ സ്ത്രീ ആകെ ഞെട്ടി നിൽക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ ആ വീട് അവരുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തത്. അവരധികം അങ്ങോട്ടൊന്നും വരാറില്ല. ആ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ, ഫോറൻസിക് വിദഗ്ധരുടെയും മെഡിക്കൽ സംഘത്തിൻ്റെയും സാന്നിധ്യത്തിൽ പോലീസ് സംഘം ആ വീടിൻ്റെ വാതിൽ തുറന്നു. ഒരു വീടിനകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ സാധാരണഗതിയിൽ കാണാൻ സാധ്യതയില്ലാത്ത കാഴ്ചകളാണ് ആ വീടിനകത്തേക്ക് കടന്ന പോലീസ് സംഘവും കൂടുതൽ ആളുകളും കാണുന്നത്. ഈ സമയത്ത് അവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു കഥ പരന്നിരിക്കുന്നത് കൊണ്ട് സകല TV ചാനലുകളും അവരുടെ OB വാനുകളുമായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. തോളിലും അല്ലാതെയൊക്കെ ക്യാമറയുമായി ഒരുപാട് ആളുകളുണ്ട്. ഓൺലൈൻ റിപ്പോർട്ടേഴ്സിന്റെ ഒരു വൻ സംഘം തന്നെയുണ്ട്. മൊബൈൽ ക്യാമറ ഇപ്പോൾ ഒരു വലിയ സംഭവമായതുകൊണ്ട് അതുമായി അങ്ങനെയും കുറെ ആളുകൾ. ആ ആളുകളൊക്കെ അമ്പരപ്പോടെ വീടിന് പുറത്ത് നിൽക്കുമ്പോഴാണ് പോലീസ് സംഘം ആ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നത്. അകത്തേക്ക് കടന്ന പോലീസ് അവിടെ ഇങ്ങനെ നിന്നു പോവുകയാണ്. ശരിക്കും അവർ കടന്നിരിക്കുന്നത് വീടിനകത്തേക്കാണോ അതോ ഒരു മാന്ത്രിക സ്ഥാപനത്തിലേക്കാണെന്നോ അവർക്ക് തന്നെ ഒരു സംശയം. ഒരു മന്ത്രവാദത്തിൻ്റെ എല്ലാ രംഗങ്ങളും ആദ്യത്തെ മുറിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ മുറിയിൽ നിന്ന് അടുത്ത മുറികളിലേക്ക് കടക്കുമ്പോൾ അവിടെ എല്ലാം അങ്ങനെ തന്നെ. എല്ലാ മുറികളിലും മാന്ത്രിക ശൈലിയിലുള്ള തുണികളും വലിച്ചു കെട്ടി പ്ലാസ്റ്റിക്കുകളൊക്കെ കൂട്ടിയിട്ട് എന്ന് വേണ്ട മന്ത്രവാദത്തിനല്ലാതെ ഒരു സ്ഥലവും അവിടെ ഇല്ല എന്ന് പറയുന്ന ശൈലിയിൽ അവിടെ മൊത്തം അങ്ങനെ കിടക്കുകയാണ്. ഒരു വൃത്തിയുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല. എന്നാൽ വൃത്തിയുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട്. അത് ഒരു മുറിയാണ്. പോലീസ് സംഘം ആ മുറി തുറന്നു. ആ മുറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റു മുറികളിൽ നിന്ന് മാറി ആ മുറിക്കുള്ള പ്രത്യേകത, ആ മുറിയിൽ പുതുതായി സിമന്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സിമന്റ് ഇട്ടിരിക്കുന്ന ആ മുറി സ്വാഭാവികമായും ഒരു കൗതുകം ഉണർത്തും. ആ മുറിയിൽ അവൻ്റെ അച്ഛനെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് വിഷ്ണു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴി ഇപ്പോൾ പബ്ലിക്കാണ്. എന്ന് പറഞ്ഞാൽ പുറത്തു നിൽക്കുന്ന TV ചാനലുകാർക്ക് ആ മൊഴി എന്താണെന്ന് അറിയാം. അകത്ത് വിഷ്ണു പറഞ്ഞതുപോലെ അച്ഛൻ്റെ ബോഡി കിട്ടുമോ ഇല്ലയോ അതിനെക്കുറിച്ച് സവിസ്തരം ചാനൽ ക്യാമറകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടേഴ്സ്. ആ മുറി കുഴിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് പോലീസ് കടന്നു. സിമന്റ് പൊട്ടിച്ചു. ആ സിമന്റിന്റെ മേൽഭാഗം മാറ്റി മണ്ണ് മാറ്റി വരുമ്പോൾ ഏകദേശം ഒരു 4 അടി താഴ്ത്തിയതും അകത്ത് ഒരു കാർഡ്ബോർഡ് പെട്ടി പോലെ ഒരു സംവിധാനം പോലീസ് കണ്ടു. ഫോറൻസിക് വിദഗ്ധർ കൂടെയുണ്ട്. അവര് ഇനിയുള്ള കാര്യങ്ങൾ അവർ പറയുന്ന പോലെ ചെയ്താൽ മതിയെന്ന് നിർദ്ദേശം കൊടുത്തു. അതിനനുസരിച്ച് വളരെ ശ്രദ്ധിച്ചാണ് ആ തറയുടെ ബാക്കി ഭാഗം പൊളിക്കുന്നത്. അധികം സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് ആ പെട്ടി പോലുള്ള സംവിധാനം പുറത്തെടുത്തു. ശരിക്കും കാർഡ് ബോർഡിൽ ഒരാളെ അതിനകത്ത് അടക്കം ചെയ്തതാണ്. പക്ഷെ ആ കാർഡ് ബോർഡ് മണ്ണുമായി ബന്ധപ്പെട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് സത്യത്തിൽ തലയോട്ടിയും എല്ലുകളും വസ്ത്രത്തിന്റെ ഭാഗമായി പാൻസും ഷർട്ടും ഉണ്ട്. പിന്നെയുള്ളത് ഒരു ബെൽറ്റാണ്. പിന്നെ തലമുടിയും ഉണ്ട്. ശരിക്കും ആ ബോഡി പോലും വളരെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും അത് പുറത്തെടുത്തു. ആ വ്യക്തി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ ഉത്തരവും അതിന് അകത്തു തന്നെ കിട്ടി. അത് ഒരു ചുറ്റികയാണ്. ആ ചുറ്റിക ഉപയോഗിച്ചായിരിക്കണം ആ വ്യക്തിയെ കൊലപ്പെടുത്തിയത്. കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തോടൊപ്പം കൊല ചെയ്യപ്പെട്ട വ്യക്തിയും ഒന്നിച്ച് ചേർന്ന് കിടക്കുന്നത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരു ശവക്കല്ലറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കുഴിക്കുള്ളിൽ രണ്ടും കൂടി ഇട്ടുവെക്കുന്ന പരിപാടി അങ്ങനെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ആ കാഴ്ചയാണ് ഇവിടെ ആ ടീം കാണുന്നത്. സാധനങ്ങളൊക്കെ പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി ഫോറൻസിക് അവിടെ പരിശോധന ആരംഭിച്ചു. ഫോറൻസിക് പരിശോധനയും മറ്റ് അനുബന്ധ പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തീകരിച്ച ശേഷം ആ ബോഡി പോസ്റ്റ്മോർട്ടം നടപടികളും അതുപോലെ DNA പരിശോധനകൾക്ക് വേണ്ടി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അത് വിജയൻ്റെതാണെന്ന് ഉറപ്പാക്കാൻ പറ്റൂ. പക്ഷെ അതിനെ പരിശോധിച്ച ഡോക്ടേഴ്സ് ഒരു കാര്യം വ്യക്തമാക്കി. കൊല്ലപ്പെടുന്നതിന് മുന്നേ ആ ബോഡിയുടെ തലയിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. അതിനു പുറമെ ആ വ്യക്തി കൊല്ലപ്പെടുന്നതിന് മുമ്പ് അയാളുടെ വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ആ വാരിയല് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു ഒടിച്ചതല്ല, തറയിൽ ഇടിച്ച് വീണപ്പോൾ ഒടിഞ്ഞിരിക്കുന്നതാണ്. അതും ആൻറ്റിമോർട്ടമാണ്. മരിക്കുന്നതിന് മുന്നേ ആ 2 പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ആ ബോഡിക്ക് ഏകദേശം ഒരു
6 മാസത്തെ പഴക്കം വരും. നേരത്തെ കാണാതെ പോയിരിക്കുന്ന വിജയന്റെ നീളത്തോട് സാമ്യമുണ്ട് ആ ബോഡിയുടെ നീളത്തിന്. അത്രയും കാര്യങ്ങൾ പ്രാഥമിക പരിശോധന എന്ന് മനസ്സിലായി. ഇനി അറിയേണ്ടത് ആ ബോഡി അവിടെ ആ കുഴിയിലെത്താനുള്ള കാരണമാണ്. പോലീസ് ആ ബോഡിയുമായി ബന്ധപ്പെട്ട ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് DNA പരിശോധനയ്ക്ക് വേണ്ടി അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞതും പോലീസിന്റെ ശ്രദ്ധ പൂർണ്ണമായും വിഷ്ണുവിലേക്ക് തിരിഞ്ഞു. വിഷ്ണു ഈ സമയത്തൊക്കെയും അവിടെ പുറത്ത് ആംബുലൻസിൽ ആ സ്ട്രെച്ചറിലുണ്ട്. സ്ട്രെച്ചറിലുള്ള വിഷ്ണു കണ്ണുകൾ അങ്ങനെ അടച്ചു കിടക്കുകയാണ്. അവന്റെ പിതാവിന്റെ ബോഡിയാണ് അവിടെ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വിജയനെയും അറിയാം, വിഷ്ണുവിനെ അറിയാം. പോലീസ് സംഘം സമീപത്തുള്ള ആളുകളോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വിജയനെ അവരൊക്കെ കണ്ടിട്ട് കുറെ നാളുകളായിരുന്നു. വിഷ്ണുവിനെ കാണുമ്പോൾ വിജയൻ എവിടെ ഉണ്ടെന്ന് അവർ തിരക്കിയിരുന്നു. വിജയൻ ദൂരെ എങ്ങോട്ടോ ജോലിക്ക് പോയെന്നുള്ള മറുപടിയാണ് വിഷ്ണു പറഞ്ഞിരുന്നത്. അടുത്തുള്ള വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ അധികം താല്പര്യമൊന്നും അവർ കാണിക്കാത്തതുകൊണ്ട് ആളുകളും പിന്നീട് ഈ ചോദ്യം ചോദിക്കാതായി. വിജയന്റെയും സുമയുടെയും ബന്ധുക്കളും അങ്ങോട്ട് വരാറില്ല. എന്നാൽ ആളുകളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ അവർക്ക് ഒരു ന്യൂസ് കൂടി അറിയാം. ആ വീട്ടിനകത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നുമുള്ള വിവരമാണ് അവർ അറിഞ്ഞിരിക്കുന്നത്. ആ വാർത്ത സമീപത്തുള്ള എല്ലാ വീട്ടുകാരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. വിഷ്ണുവിന് ഒരു ചേച്ചി ഉണ്ടായിരുന്നെന്നും ആ ചേച്ചി ആ വീട്ടിൽ താമസിച്ചിരുന്നു എന്നുള്ള വാർത്ത വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ചുറ്റുമുള്ള ആളുകളൊക്കെയും. എന്തൊക്കെയോ ദുരൂഹതകൾ ആ വീടിന് ചുറ്റിപ്പറ്റിയുണ്ട്. ആ കാര്യം ആളുകൾ പതുക്കെ പതുക്കെ പോലീസിനോട് പങ്കുവച്ചു തുടങ്ങി. അവിടെ അങ്ങനെ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്ന കാര്യം അറിയാത്ത നാട്ടുകാർക്ക് ഒരു കാര്യം അറിയാം. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്ന കാര്യം. ആ ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞപ്പോൾ പോലീസ് അവരുടെ കൈവശമുള്ള നിതീഷിന്റെ ഫോട്ടോ നാട്ടുകാരെ കാണിച്ചു. അത് കണ്ടതും നാട്ടുകാർ പറഞ്ഞു, സർ ഇവൻ തന്നെയാണ് ഇവിടെ വരാറുള്ളത്, രാത്രിയിലാണ് മിക്കപ്പോഴും വരിക. നിതീഷ് ആ വീട്ടിൽ പലപ്പോഴും വരാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായതും പോലീസിന് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. ആ വീട്ടിൽ താമസമുള്ള വിദ്യയെ ആരും കണ്ടിട്ടില്ല. വിദ്യയുടെ അമ്മ സുമയെ തന്നെ കണ്ടിട്ടുള്ളവർ അപൂർവമാണ്. വിജയനെ കഴിഞ്ഞ 6-7 മാസമായിട്ട് ആരും കണ്ടിട്ടില്ല. എന്നിട്ടും ഇടയ്ക്ക് നിതീഷ് അവിടെ വരാറുള്ള കാര്യം അവര് നോട്ട് ചെയ്തിട്ടുണ്ട്. നിതീഷിനെ കുറിച്ചുള്ള ആളുകളുടെ ആ സംഭാഷണം സ്വാഭാവികമായിട്ടും പോലീസിനൊരു പുതിയ പിടിവള്ളിയാവുകയാണ്. നിതീഷിനെ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിച്ചു. അവനെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ അവൻ ആദ്യമൊന്നും പോലീസിനോട് ഒന്നും പറയാൻ തയ്യാറായില്ല. ഒന്നും പറയാതിരുന്ന അവനോടായി പോലീസ് പറഞ്ഞു, നീ ബീഹാറിൽ പോയെന്ന് പറഞ്ഞ വിജയനെ നമുക്ക് കിട്ടി. എപ്പോ സാർ? എവിടെന്ന് സാർ? എവിടെ നിന്നായിരിക്കും? നീ ഒന്ന് ഊഹിച്ചു പറഞ്ഞേ. ആ ചോദ്യത്തിന്റെ മുന്നിൽ അവനൊന്ന് പകച്ചു. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സംഘങ്ങളും സൂക്ഷ്മമായി അവനെ നിരീക്ഷിച്ചുകൊണ്ടാണ് അവനോട് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. നിതീഷ്, വിജയന്റെ ബോഡി ഞങ്ങൾക്ക് കിട്ടിയത് വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നാണ്. ആ ബോഡി ആ കുഴിയിൽ എങ്ങനെ വന്നുവെന്ന് ഇനി നീയാണ് ഉത്തരം പറയേണ്ടത്. പോലീസിന്റെ പെട്ടെന്നുള്ള ആ ചോദ്യം നിതീഷിനെ ഒന്ന് ഉലച്ചു. സാർ, അങ്കിളുടെ ബോഡി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയെന്നോ? സാർ എന്തൊക്കെയായി പറയുന്നത്? നിതീഷ്, അഭിനയം ഒന്നും വേണ്ട. നിന്റെ ചെയ്തികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായും അറിഞ്ഞതിന് ശേഷമാണ് നിന്നെ കസ്റ്റഡിയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ നടന്ന സംഭവങ്ങൾ കൃത്യമായും ഞങ്ങളോട് പറ. നിതീഷ് പതുക്കെ പതുക്കെ പോലീസിനോട് കഥകൾ പറഞ്ഞു തുടങ്ങി. സാഗരയിൽ വിഷ്ണുവും സഹോദരിയും അച്ഛനും അമ്മയും താമസിക്കുന്ന സമയത്ത് നിതീഷ് സമീപത്തെ ഒരു താമസക്കാരനായിരുന്നു. നിതീഷിന്റെ അച്ഛനും അമ്മയ്ക്കും ആ കാലഘട്ടത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മന്ത്രവാദികളെ പോയി കാണുന്ന ഒരു സ്വഭാവം. എന്ത് തടസ്സമുണ്ടായാലും ഉടൻ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി ആ മന്ത്രവാദിയുടെ അഭിപ്രായം ചോദിക്കുകയും ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അത് അവരുടെ ഒരു ശീലമായിരുന്നു. ആ ശീലം വിജയനും സുമയും മക്കളായ വിദ്യയിലേക്കും വിഷ്ണുവിലേക്കും പകർന്നിരുന്നു. ഒരുപാട് മന്ത്രവാദികളെ വിജയനും സുമയും പോയി കാണാറുണ്ട്. മക്കളുടെ പഠനവുമായി ബന്ധിപ്പിച്ചാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും അവര് തീരുമാനമെടുക്കുന്നത് മന്ത്രവാദികളോട് ചോദിച്ചിട്ടേ ഉള്ളൂ. മന്ത്രവാദികൾ പലപ്പോഴും പല കർമ്മങ്ങളും വിജയനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. വിജയനും സുമയും വിധിയും വിഷ്ണുവും ഒക്കെ മന്ത്രവാദികൾ പറയുന്ന കാര്യം അതുപോലെ ചെയ്യുമായിരുന്നു. ഇത് നിതീഷ് നോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ പല മന്ത്രവാദികളുടെയും അസിസ്റ്റന്റായിട്ട് നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവൻ ഈ കാര്യം കൂടുതൽ വ്യക്തമായി പഠിക്കുന്നത്. അത് പഠിച്ച നിതീഷ് വിഷ്ണുവിന്റെ പിതാവ് വിജയനുമായി അടുപ്പമുണ്ടാക്കി വിജയന്റെ വീട്ടിലേക്ക് എത്തി.
മന്ത്രവാദികളുമായി ബന്ധപ്പെട്ടാണ് നിതീഷിന്റെ ആ വീട്ടിലേക്കുള്ള രംഗപ്രവേശം. നിതീഷ് ആ വീട്ടുകാരിൽ ഒരു ചിന്ത ഉണ്ടാക്കി. അത് നിതീഷിനെ കുറിച്ചുള്ള ചിന്തയാണ്. നിതീഷിന് കൂടുവിട്ട് കൂടുമാറാനുള്ള ശേഷിയുണ്ടെന്ന് നിതീഷ് ആ വീട്ടുകാരെ പതുക്കെ പതുക്കെ ബോധ്യപ്പെടുത്തി. നിതീഷ് യഥാർത്ഥത്തിൽ അവരുടെ മുന്നിൽ നിൽക്കുന്ന ആളെ അല്ല. യഥാർത്ഥ നിതീഷ് ദില്ലിയിൽ പോലീസ് സബ് ഇൻസ്പെക്ടറുടെ പരിശീലന കോഴ്സിൽ പങ്കെടുക്കുകയാണ്. ആ നിതീഷാണ് യഥാർത്ഥ നിതീഷ്. പക്ഷെ ഇവിടെ അവരുടെ മുന്നിലുള്ളത് ഒരു യഥാർത്ഥമായ രൂപമാണ്. നിതീഷ് പറയുന്ന മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് വിജയനും സുമയും വിധിയും വിഷ്ണുവും. അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് നിതീഷ് ആ ശൈലിയിൽ ഒരു ഡ്രാമ പതുക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ആ ഡ്രാമ ബിൽഡ് ചെയ്യാനായി നിതീഷ് ഉപയോഗിച്ചത് വളരെ ബുദ്ധിപൂർവമായ ഒരു ടെക്നിക്കാണ്. നിതീഷ് വിജയന്റെ വീട്ടിലെത്തി വിജയം പോലും അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ വീട്ടിൽ ആരുടെയും ശ്രദ്ധയപ്പെടാതെ മിക്കവാറും എല്ലാ മുറികളിലും ഒരു വോയിസ് റെക്കോർഡർ നിതീഷ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ മുറികളിൽ ആ വീട്ടിലെ ആളുകൾ സംസാരിക്കുന്ന മുഴുവൻ റെക്കോർഡായി നിതീഷിന്റെ മൊബൈലിലേക്ക് എത്തും. ശരിക്കും ഒരു ട്രാൻസ്മിറ്ററാണ് അവിടെ അവൻ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. ആ വീട്ടിൽ അവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുന്ന നിതീഷ് ആ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ ആ കേട്ട കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയും. മോക്ക് ഇപ്പൊ ഇങ്ങനൊരു വിഷയം ഉണ്ടല്ലേ, ആ വിഷയം അവർ രഹസ്യമാക്കി വെച്ചിരുന്നതാണ്. നിതീഷ് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അവര് അമ്പരപ്പോടെ നിതീഷിനെ നോക്കുമ്പോൾ നിതീഷ് പറയും, ഇതൊന്നും ഞാൻ പറയുന്നതല്ല, എനിക്ക് ഗന്ധർവന്റെ ഒരു ശേഷിയുണ്ട്, എന്നിലുള്ള ഗന്ധർവനാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. മോളുടെ ഈ അസുഖം മാറാൻ ഞാൻ പറയുന്ന കർമ്മം ചെയ്താൽ മതി. വിദ്യയ്ക്ക് ഉണ്ടായ ഒരു പ്രശ്നത്തെ അതിമനോഹരമായി നിതീഷ് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ സൊല്യൂഷനായി അവൻ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യിക്കുകയും ചെയ്തു. ഇതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സുമയും വിഷ്ണുവിനെയും വിജയനെയും അവൻ പതുക്കെ പതുക്കെ കുരുക്കിക്കൊണ്ടിരുന്നു. അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ പറയുന്നതല്ല, അതെല്ലാം അവനിലുള്ള ഗന്ധർവൻ പറയുന്നതാണ്. ഗന്ധർവൻ അവൻ്റെ ശരീരം ഉപയോഗിക്കുന്നതാണ്. യഥാർത്ഥ അവൻ അങ്ങ് ദില്ലിയിൽ ഇൻസ്പെക്ടർ കോഴ്സിന് ട്രെയിനിങ്ങിലാണല്ലോ. ആ വിജയനും ഭാര്യയും മക്കളും ഗന്ധർവന്റെ സാന്നിധ്യമുള്ള ആ നിതീഷിനോട് വല്ലാത്ത ഒരു ആരാധന കാണിച്ചു തുടങ്ങി. ആ ആരാധന കൂടിക്കൂടി വന്നപ്പോൾ നിതീഷ് ഒരു ദിവസം വിദ്യയ്ക്ക് ഒരു പൂജ നിർദ്ദേശിച്ചു. ആ പൂജ നടക്കുന്ന സമയത്ത് മുറിയിൽ ഗന്ധർവനും വിധിയും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ടും ഗന്ധർവനായ നിതീഷ് പറയുന്ന കാര്യം അതുപോലെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ വിജയനും കുടുംബവും. അങ്ങനെ വിധിയും ഗന്ധർവനായ നിതീഷും മാത്രം ഒരു മുറിയിലായി. ആ മുറിയിൽ വെച്ച് നിതീഷ് വിധിയോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. നിതീഷ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവൾ വിസമ്മതിച്ചു. നിതീഷ് അവളോട് പറഞ്ഞത് അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനാണ്. ഗന്ധർവന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എതിരെ ഇരിക്കുന്ന ആൾക്ക് വസ്ത്രത്തിന്റെ ആവശ്യമില്ല. വസ്ത്രമില്ലാതെ തന്നെ ഗന്ധർവന് മറ്റേയാളെ കാണാൻ പറ്റും. അപ്പൊ പിന്നെ വസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ. അവള് നിതീഷ് പറഞ്ഞ അഭിപ്രായം ഉൾക്കൊള്ളാനോ അതിന് അനുസരിച്ച് പ്രതികരിക്കാനോ തയ്യാറാകാതെ ഇരുന്നതും നിതീഷ് ആ രാത്രിയിൽ അവളെ ആ മുറിയിലിട്ട് റേപ്പ് ചെയ്തു. റേപ്പ് കഴിയുമ്പോൾ ഒരു അർത്ഥ ബോധാവസ്ഥയിലായിരുന്നു വിദ്യ. അവളെ റേപ്പ് ചെയ്തത് നിതീഷ് അല്ല, ശരിക്കും ഗന്ധർവനാണ്. ഗന്ധർവന് ഭൂമിയിലെ ഒരു സുന്ദരിയോട് ഇഷ്ടം തോന്നുന്നത് ചെറിയ സംഭവമൊന്നുമല്ലല്ലോ. ഗന്ധർവന് ഇഷ്ടം തോന്നിയിരിക്കുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ വിദ്യ. വിധിയുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്തയാണ് ആ രാത്രിയിൽ നിതീഷ് കൊത്തിവെച്ചത്. പക്ഷേ വിധിയുമായി ബന്ധപ്പെട്ടത് നിതീഷാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത മാസം വിധിക്ക് കാര്യം മനസ്സിലായി. അവള് പ്രഗ്നന്റ് ആണ്. PG 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് വിദ്യ. കോളേജിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവളുടെ വയറും പതുക്കെ പതുക്കെ വലുതായി തുടങ്ങി. അവളുടെ ഗർഭം ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തുമെന്ന് തോന്നിയതും ഗന്ധർവനായ നിതീഷ് വീട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞു. ഇനി വിദ്യ പുറത്തേക്ക് പോകരുത്. വിദ്യ പുറത്തു പോയാൽ അത് ഗന്ധർവന് ഇഷ്ടപ്പെടത്തില്ല. ഗന്ധർവ ശവം ഏൽക്കാതിരിക്കാൻ ആ വീട്ടിലെ സ്ത്രീകൾ ആരും പുറത്തു പോകരുത് എന്ന ഒരു വിചിത്രമായ നിയമമാണ് യഥാർത്ഥത്തിൽ നിതീഷ് അവിടെ കൊണ്ടുവന്നത്. വിധിക്കും സുമയ്ക്കും വീടിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അകത്ത് ഒരു ബാത്റൂം കെട്ടുന്ന പ്രക്രിയയിലേക്ക് നിതീഷ് കടക്കുകയും ചെയ്തു. ഒരു ബാത്റൂം വിദ്യ താമസിക്കുന്ന ആ മുറിക്കകത്ത് കെട്ടി. ആ മുറിയിൽ നിന്ന് ഒരു കാരണവശാലും വിദ്യ പുറത്തിറങ്ങാൻ പാടില്ല. നിതീഷ് പറയുന്നത് വേദവാക്യം പോലെ അംഗീകരിക്കുകയും
അനുസരിക്കുകയും ചെയ്യുന്ന വിജയകുമാറും വിഷ്ണുവും സുമയും. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. പക്ഷെ കാലം മുന്നോട്ട് പോയതും വിദ്യ പൂർണ്ണ ഗർഭിണിയായി. പൂർണ്ണ ഗർഭിണിയായ അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അവര് നിർബന്ധിതരായി. കട്ടപ്പനയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് വിദ്യയെ അവർ കൊണ്ടുവന്നു. വിദ്യയുടെ പേര് ഹോസ്പിറ്റലിൽ രേഖപ്പെടുത്തിയത് വിദ്യ എന്ന് തന്നെയാണെങ്കിലും അവളുടെ അഡ്രസ്സ് രേഖപ്പെടുത്തിയത് എറണാകുളത്തെ അഡ്രസ്സാണ്. അവളുടെ ഭർത്താവിന്റെ പേരും രേഖപ്പെടുത്തപ്പെട്ടു. അതും ഒരു പരിചയമില്ലാത്തൊരു പേരാണ്. വിദ്യയ്ക്ക് എങ്ങനെയാണ് ഗർഭമുണ്ടായെന്ന് ചോദിച്ചാൽ വീട്ടുകാർക്ക് പറയാൻ കഴിയുന്ന ഏക ഉത്തരം ഗന്ധർവനാൽ മകൾ ഗർഭിണിയായെന്നാണ്. ആ ഗന്ധർവൻ നിതീഷ് ആണെന്നുള്ള കാര്യം ആരും അങ്ങോട്ട് ചർച്ച ചെയ്യുന്നതേയില്ല. നിതീഷ് അവരെ സംബന്ധിച്ചുള്ള ഗന്ധർവനാണ്. ഗന്ധർവനാൽ ഗർഭിണിയായിരിക്കുന്ന വിദ്യ ആ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു ഒരു ആൺകുട്ടിയെ. ആ ആൺകുട്ടിയെ പ്രസവിച്ചതും നിതീഷ് വിജയനോട് പറഞ്ഞു, ഗന്ധർവന്റെ കുഞ്ഞാണ് പിറന്നിരിക്കുന്നത്. ഗന്ധർവന്റെ കുഞ്ഞിന് മനുഷ്യ സ്ത്രീ പാല് കൊടുക്കാൻ പാടില്ല. പ്രസവിച്ച അമ്മ വിദ്യ അവളുടെ മകന് പാല് കൊടുക്കരുതെന്നാണ് നിതീഷ് പറയുന്നതിന്റെ സാരം. ആദ്യത്തെ 3 ദിവസവും അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ വിദ്യയെ അവരനുവദിച്ചില്ല. സ്വാഭാവികമായിട്ടും ഈ കാര്യം ഹോസ്പിറ്റലുകാർ ശ്രദ്ധിച്ചു. കുഞ്ഞിന് പാല് കൊടുക്കാത്ത അമ്മ അവരുടെ ശ്രദ്ധയപ്പെടുക സ്വാഭാവികമാണല്ലോ. അവര് കാര്യം തിരക്കുമ്പോൾ ഗന്ധർവന്റെ കുഞ്ഞാണെന്നൊന്നും പറയാൻ അവർക്ക് പറ്റില്ലല്ലോ. അവര് ഒഴിവഴികളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റലുകാർ നിർബന്ധിച്ച് വിദ്യയെ കൊണ്ട് കുഞ്ഞിന് പാല് കുടിപ്പിച്ചു. പാലൊക്കെ കൊടുത്തു കഴിഞ്ഞതും 4ാമത്തെ ദിവസം അവിടുന്ന് വിദ്യയ്ക്ക് ഡിസ്ചാർജ് കൊടുത്തു. ഡിസ്ചാർജ് ചെയ്യപ്പെട്ട വിദ്യയും സംഘാംഗങ്ങളും അവരുടെ വീട്ടിലെത്തിയ അന്ന് രാത്രി തന്നെ വിദ്യ കുഞ്ഞിനെ അവളുടെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവളുടെ കുഞ്ഞിനെ ഇനി 2 കൊല്ലം വളർത്തേണ്ടത് ഗന്ധർവനാണ്. ഗന്ധർവൻ ആ കുഞ്ഞിനെ 2 കൊല്ലം വളർത്തിയതിനു ശേഷം അവൾക്ക് ആ കുഞ്ഞിനെ മടക്കി കൊടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് അവളുടേതാകത്തുള്ളൂ. അല്ലെങ്കിൽ ഗന്ധർവ ശാപം അവളിലും അവളുടെ സന്തതി പരമ്പരകളിലും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലും ഉണ്ടാവും. ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്താലും പ്രതികൂലമായ ഫലങ്ങളുണ്ടാവും, ദൂരവ്യാപകമായ കുഴപ്പങ്ങളുണ്ടാവും. അതൊക്കെ നിതീഷ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. വിജയൻ ഒരു ടവലിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ടവലിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് ആ ടവലിൻ്റെ ഒരറ്റമെടുത്ത് നിതീഷ് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വെച്ചു. അതിനുശേഷം 4 ദിവസം മാത്രം പ്രായമായ ആ കുഞ്ഞിൻ്റെ വായും മൂക്കും നിതീഷ് ഒന്ന് അടച്ചു പിടിച്ചു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ആ കുഞ്ഞ് അവസാനിച്ചു. ആ കുഞ്ഞ് മരണപ്പെട്ടതും ഇതുപോലെ കെട്ടിയിരിക്കുന്ന ചതുരാകൃതിയിലുള്ള ഒരു സിമന്റ് സ്ഥലം ആ വീടിൻ്റെ പുറകിലുണ്ടായിരുന്നു, ചായ്പിൽ. ആ ചായ്പിലേക്ക് ആ കുഞ്ഞിൻ്റെ ബോഡി കൊണ്ടുവന്നു. അവിടെ ആ ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്ന ആ കല്ലിൻ്റെ മുകളിലേക്ക് ഹോളോ ബ്രിക്സ് നിരത്തി ആ കുഞ്ഞിൻ്റെ ബോഡി വെച്ചു. അതിനുശേഷം വീണ്ടും ആ കല്ലുകൾ കൊണ്ട് ആ കുഞ്ഞിൻ്റെ ബോഡി കെട്ടിങ് അടച്ചു. ശരിക്കും ഒരു തട്ടിൻ്റെ മുകളിൽ കുഞ്ഞിനെ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. 2 കൊല്ലം കഴിയുമ്പോൾ ആ കുഞ്ഞ് ഗന്ധർവ ലോകത്ത് നിന്ന് തിരിച്ചു വരും. അപ്പോഴേ ആ കുഞ്ഞിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഗന്ധർവനായ നിതീഷ് പറയുന്ന കാര്യം ആ വീട്ടുകാർ മുഴുവൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധിപ്പിച്ച് പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോൾ ആ വീടും സ്ഥലവും വിൽക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു ചിന്ത പതുക്കെ നിതീഷ് ആ വീട്ടുകാരുടെ ഉള്ളിലേക്ക് ഇട്ടു തുടങ്ങി. ആ വീടുമായി ബന്ധിപ്പിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്കങ്ങോട്ടൊരു എഴുന്നേറ്റം ഉണ്ടാകാത്തത്, അവർക്കൊരു ഉയർച്ച ഉണ്ടാകാത്തത്. ആ ഉയർച്ച ഉണ്ടാകാൻ ആ സ്ഥലം വിൽക്കുന്നത് നന്നായിരിക്കുമെന്ന് നിതീഷ് പറഞ്ഞതും അതിനെക്കുറിച്ച് അവർ സീരിയസായി ആലോചിച്ചു തുടങ്ങി. സീരിയസായി ആലോചിച്ചെന്ന് മാത്രമല്ല, സ്ഥലവും വീടും വിൽക്കാനുള്ള നടപടികളിലേക്കും അവരങ്ങ് കടന്നു. ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്താണ് ആ വീടും സ്ഥലവും ഇരിക്കുന്നത്. പുറകുവശത്ത് ഒരു മലയാണ്, മലയുടെ താഴെയാണ് ഈ സ്ഥലം. അത്ര വൃത്തിയും വെടിപ്പൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല അവർ താമസിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലവും വീടും വാങ്ങാനായി വരുന്ന ആളുകൾ അവിടെയൊക്കെ കണ്ടിട്ട് വാങ്ങാതെ മടങ്ങിപ്പോകുന്നത് ഒരു സ്ഥിര സംഭവമായി മാറി. സ്വാഭാവികമായിട്ടും വിജയനും വീട്ടുകാരും ഈ കാര്യം നിതീഷിനോട് പങ്കുവച്ചു. നിതീഷ് അവരോട് പറഞ്ഞു, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഞാൻ ഗന്ധർവ സഹായം തേടാം. അങ്ങനെ പറഞ്ഞ നിതീഷ് പിറ്റന്ന് അവരോട് പറഞ്ഞു, എനിക്ക് ഇന്നാണ് ആ വിവരം കിട്ടിയത്. നിങ്ങളുടെ ഈ ഭൂമിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആരോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഒരു കൂടോത്രം ചെയ്ത് നിങ്ങളുടെ ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനെ മറികടന്ന എന്ന് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഭൂമി വിറ്റുപോകാത്തത്. നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു കാര്യം ചെയ്യാം. ഒരു JCB വിളിച്ചിട്ട്
നമുക്ക് ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കാം. അങ്ങനെ പറഞ്ഞ നിതീഷ് JCB വിളിക്കാൻ ഉള്ള ഏർപ്പാടും ഉണ്ടാക്കി. JCBക്കാർ വന്നു. ആ വീടിൻ്റെ മുൻവശത്തുള്ള ആ സ്ഥലം ശരിക്കും മണ്ണ് മാറ്റി വൃത്തിയാക്കി. അവിടെയുള്ള കാടും പടലൊക്കെ മറിച്ചു മാറ്റി വൃത്തിയാക്കുന്നതിനിടയിൽ നിതീഷ് അവിടുന്ന് കിട്ടിയ തകിടെന്ന് പറഞ്ഞ് ഒരു തകിട് വിജയനെയും വീട്ടുകാരെയും കാണിക്കുകയും ചെയ്തു. ഇനി പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അവർക്കൊരു ആശ്വാസമായെന്ന് മാത്രമല്ല, അവരുടെ ആ നിതീഷിലുള്ള വിശ്വാസം ഉറക്കുകയും ചെയ്തു. അതിന്റെ കാരണം ആ സ്ഥലവും വീടും വാങ്ങാൻ ആളുകൾ വേഗം എത്തിയതാണ്. നേരത്തെ കാട് പിടിച്ച് വൃത്തികേടായി കിടന്നിരുന്ന ആ സ്ഥലം JCB ഉപയോഗിച്ച് വൃത്തിയാക്കി നിരപ്പാക്കിയപ്പോൾ വന്നു കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് അതിനോടൊരു താല്പര്യം തോന്നും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. സ്ഥലവും വീടും വേഗം വിറ്റുപോയി. പക്ഷെ മുഴുവൻ പണവും ആദ്യം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ മുഴുവൻ അവർ ഷിഫ്റ്റ് ചെയ്തില്ല. അവിടെ നിന്ന് നേരെ അവരെ താമസം മാറിയത് അമ്പലക്കവല എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസമാക്കി. അവിടെ അവരങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു ദിവസം വിഷ്ണുവും വിജയനും നിതീഷും കൂടി അവരുടെ ആ പഴയ വീട്ടിലെത്തി. ആ പഴയ വീട്ടിലെ ആ പുറകുവശത്തെ ചായ്പിൽ ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ ചതുരത്തിനകത്ത് മുകളിലായി ആ വിധിയുടെ മകൻ ഉറങ്ങിയാണല്ലോ. അവിടെ എത്തിയ വിജയനും നിതീഷും വിഷ്ണുവും ചേർന്ന് ആ മുകൾ ഭാഗം പൊളിച്ചു. ആ ഭാഗം അവസാനം പൊളിച്ചത് വിഷ്ണുവാണ്. വിഷ്ണു ആ മേൽഭാഗം അങ്ങനെ അടർത്തി മാറ്റുമ്പോൾ അഴുകിയ ബ്രെഡ് നമ്മളിൽ പിടിച്ചാൽ ഇളകി വരില്ലേ, അതുപോലെ ആ കുഞ്ഞിന്റെ ബോഡി ഇങ്ങനെ ഇളകി വരികയാണ്. ആ ഇളകി വന്ന ബോഡി അവരൊരു ഷീറ്റിലേക്ക് എടുത്തതിന് ശേഷം അതൊരു ഇരുമ്പ് ഷീറ്റിലേക്ക് മാറ്റി. ആ സാധനം ആ വീടിന്റെ അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് ഒരു ഇരുമ്പ് ഗ്രില്ലിന്റെ പുറത്തേക്ക് ആ ബോഡി പാർട്സിലെല്ലാം വെച്ചു. ഗ്രില്ലിന്റെ പുറത്തേക്ക് ആ ബോഡി പാർട്സുകൾ വെച്ച് അവർ അടുപ്പിനകത്ത് തീയിട്ടു. തീ ആളിപ്പടർന്ന തീ ആ ഗ്രില്ലിലേക്ക് അങ്ങനെ കത്തിപ്പിടിക്കുമ്പോൾ ആ ഗ്രില്ലിന്റെ മുകളിലുള്ള ആ മാംസ കഷ്ണങ്ങളും എല്ലും ഒക്കെ കത്തിക്കരിയുകയാണ്. മുഴുവൻ കത്തിക്കരിഞ്ഞു. ഏതാണ്ട് ഭസ്മം പോലെ ആയി. കുറച്ച് കഷ്ണങ്ങൾ ബാലൻസ് ഉണ്ട്. അതെല്ലാം കൂടി അവര് ഒരു ചാക്കിലേക്ക് മാറ്റി. അതിനുശേഷം ആ മൂവർ സംഘം ആ ചാക്കുമായി നടന്ന് കട്ടപ്പനയ്ക്ക് സമീപത്തുള്ള ഒരു നദിയുടെ അടുത്തെത്തി. അവിടെ എത്തിയതും ആ ചാക്ക് തുറന്ന് ആ ഭസ്മവും എല്ലും ഒക്കെ ആ നദിയിൽ അങ്ങനെ ഒഴുക്കി. മുഴുവൻ സാധനങ്ങളും ഒഴുകിപ്പോയെന്ന് ഉറപ്പായതും അവർ ചാക്ക് കൂടി ആ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞ് പൂർണ്ണമായും ഗന്ധർവനിൽ ലയിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷമാണ് അവര് ആ വാടക വീട്ടിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് മാറുന്നത്. പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ ചില പൂജകൾ കൂടി ചെയ്യാനുണ്ടെന്ന് നിതീഷ് ഈ സമയത്താണ് വിജയനെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തുന്നത്. ആ പൂജകൾ ചെയ്യേണ്ടത് എറണാകുളത്ത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ്. അവിടെ പോയി പൂജ ചെയ്യാൻ അവരാരും പോകേണ്ട കാര്യമില്ല. നിതീഷ് തന്നെ അവർക്ക് വേണ്ടി അവിടെ ചെന്ന് പൂജ ചെയ്തുകൊള്ളും. പണം നിതീഷിനെ ഏൽപ്പിച്ചാൽ മാത്രം മതി. നിതീഷ് പറയുന്നത് വേദവാക്യമാക്കി മനസ്സിൽ എടുത്തിരിക്കുന്ന അവർ നിതീഷ് ചോദിക്കുന്ന പണം നിതീഷിനെ കൊടുക്കും. നിതീഷ് ആ പണവുമായി നേരെ കട്ടപ്പന ടൗണിലെത്തും. അവിടുന്ന് നിതീഷ് ഒരു ടാക്സി പിടിക്കും. ടാക്സിയിൽ വിശാലമായി ചാരിക്കിടന്ന് നിതീഷ് അവിടുന്ന് തൊടുപുഴ വഴി നേരെ എറണാകുളത്തെത്തും. എറണാകുളത്ത് അടിച്ചു പൊളിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് നിതീഷ് തിരിച്ച് മടങ്ങി ചെല്ലുകയും ചെയ്യും. ശരിക്കും ഒരു അടിപൊളി ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിതീഷിന് മനസ്സിലാകുന്നത് ഈ കാലഘട്ടം മുതലാണ്. അവന് വിജയന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കി ഒരു അടിപൊളി ഫോൺ വാങ്ങിച്ചു. ഒരു കർവ്ഡ് ഫോൺ. അതിന് അന്ന് 2016 75,000 രൂപയാണ് വില. നിതീഷ് വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. നല്ല TV-യിൽ സിനിമകളൊക്കെ കാണണ്ടേ. അതിനുവേണ്ടി നല്ല വലിപ്പമുള്ള ഒരു TV-യും അവനങ്ങ് വാങ്ങിച്ചു. പണം വിജയന്റെ കയ്യിലുണ്ടല്ലോ. വിജയന്റെ കയ്യിലുള്ള പണം മന്ത്രവാദത്തിലെ ഓരോ തലങ്ങളിലൂടെ നിതീഷിന്റെ കയ്യിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് ആണെങ്കിൽ അങ്ങനെ ലാവിഷായി ജീവിക്കുകയാണ്. ഇതിനിടയിൽ അവര് 3ാമത്തെ വീട്ടിലേക്ക് താമസമാക്കി. അവിടെ നിന്ന് 4ാമത്തെ വീട്ടിലേക്ക് പോയി. 4ാമത്തെ വീട്ടിലേക്ക് ആയപ്പോൾ അവരുടെ കൈവശമുള്ള പണം ഏതാണ്ട് തീർന്നു. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് വിജയന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു. അതിന്റെ കാരണം 2ാമത്തെ വീട് മുതൽ 4ാമത്തെ വീട് വരെയുള്ള അവരുടെ ആ താമസ മാറ്റത്തിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നിതീഷ് ശരിക്കും വിപ്ലവകരമായ ചില കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു. അതിലൊന്ന് ഭക്ഷണവുമായി ബന്ധിപ്പിച്ചതാണ്. വിജയനും ഭാര്യ സുമയും വിധിയും അതുപോലെ വിഷ്ണുവും ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് ലിമിറ്റ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നിതീഷ് വെച്ചത്. നിതീഷ് അല്ലല്ലോ നിർദ്ദേശം വെക്കുന്നത്, ഗന്ധർവനല്ലേ. ഗന്ധർവൻ പറഞ്ഞാൽ എന്തും ചെയ്യാൻ ബാധ്യസ്ഥരായ ആ ആളുകൾ ഭക്ഷണം കുറച്ച് 2 നേരമാക്കി. ക്രമേണ അത് 1 നേരമായി. ദിവസം 1 നേരം മാത്രം ഭക്ഷണം ആ 4 അംഗ സേന കഴിക്കുമ്പോൾ നിതീഷ് സുഭിക്ഷമായി ആഹാരം കഴിക്കും. നിതീഷ് അല്ലല്ലോ കഴിക്കുന്നത്, ഗന്ധർവനല്ലേ.
ആ ഒരു ശൈലിയിൽ വീട്ടുകാരുടെ മുന്നിലും അല്ലാത്ത സമയത്ത് അവർ കാണാത്തതുകൊണ്ട് നിതീഷും കഴിക്കും. നിതീഷ് അവരുടെ പണത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയായിരുന്നല്ലോ. അപ്പോഴാണ് അവർ 4ാമത്തെ വീട്ടിലെത്തിയത്. ഇപ്പോൾ സമയം 2023 പകുതി ആയിരിക്കുകയാണ്. വിജയന് വല്ലാത്തൊരു അസ്വസ്ഥ ഫീൽ ചെയ്ത് തുടങ്ങി. വിജയൻ ഏകദേശം 6 അടിയോളം പൊക്കമുണ്ട്. നല്ല സൈസ് ഉണ്ടായിരുന്ന വിജയൻ ഇപ്പോൾ ഉണങ്ങി തുടങ്ങി. ഭക്ഷണം അനിവാര്യമായും ആ ബോഡിക്ക് ആവശ്യമുള്ളത് ഒന്നായിരുന്നു. ആ ഭക്ഷണമാണ് ഇപ്പോൾ നിരസിക്കപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റാതായതോടുകൂടി വിജയന്റെ ഉള്ളിൽ പല പല ചിന്തകളും വരികയാണ്. ഒരു ദിവസം രാത്രി വിജയൻ നിതീഷിനോട് തട്ടിക്കേറി. നിതീഷ് എന്നാണോ അവരുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അന്ന് മുതലാ ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നിതീഷ് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചു അങ്ങനെ പറഞ്ഞ് നിതീഷുമായി ഉടക്കിയതും നിതീഷ് വിജയനെ തൂക്കിയെടുത്ത തറയിലേക്ക് ഒരു ഒറ്റയാടി. 6 അടിയോളം പൊക്കമുള്ള ആ വിജയൻ ഭക്ഷണം കഴിക്കാതെ ഉണങ്ങി ഒരു പരുവമായി നിൽക്കുന്ന ആ നിമിഷത്തിൽ നന്നായി ഭക്ഷണം കഴിക്കുന്ന നിതീഷിന് വിജയനെടുത്ത് തറയിലടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നെഞ്ചിലെ വാരിയല് ഇടിച്ചാണ് വിജയൻ താഴെ വീണത്. താഴെ വീണ വിജയനെ ചുറ്റിക കൊണ്ട് തലയിൽ ആഞ്ഞൊരൊറ്റയാടി. അടിയേറ്റ് വിജയന്റെ ശ്വാസം നിലച്ചതും അടുത്ത മുറിയിൽ കുഴിയുണ്ടാക്കി ഒരു പെട്ടിയിൽ വിജയനെ എടുത്ത് അതിനകത്ത് നിതീഷ് കിടത്തി. ഇതൊക്കെ ചെയ്യുന്നത് ഗന്ധർവനാണ്. ഗന്ധർവൻ വിജയനെ അദ്ദേഹത്തിന് അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യവുമില്ല. ഗന്ധർവനായ നിതീഷ് അങ്ങനെ സുമയും വിധിയും വിഷ്ണുവിനെയും ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് മറുത്തൊന്നും പറയാനുമില്ല. അവരിൽ നിതീഷിനുള്ള വിശ്വാസം അത്ര വലുതാണ്. അവർ താമസിച്ച എല്ലാ വീടുകളിലും വളരെ വിജയകരമായി നിതീഷ് അവരുടെ കണ്ണിൽപ്പെടാതെ ആ റെക്കോർഡിംഗ് ഡിവൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ എന്ത് സംസാരിച്ചാലും അത് നിതീഷ് അറിയും. ഗന്ധർവമായ നിതീഷ് അവരുടെ മനസ്സ് വായിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ആ സംഭാഷണത്തെ ബേസ് ചെയ്തുകൊണ്ട് നിതീഷ് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമായിരുന്നു. അവരുടെ വിശ്വാസം ഓരോ വർഷം കഴിയുന്നതോറും കൂടിക്കൂടി വന്നതിൻ്റെ ഫലമായിട്ടാണ് നിതീഷ് അവരുടെ കൺമുന്നിൽ വെച്ച് വിജയനെ കൊലപ്പെടുത്തിയിട്ടും അവർക്കാർക്കും അതിനകത്തൊന്നും തോന്നാത്തത്. വിജയൻ അവിടെ ആ കുഴിയിൽ അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഇവിടെ വിജയന്റെ കയ്യിലുള്ള പണം പൂർണ്ണമായും തീർന്നിരുന്നല്ലോ. പണം അനിവാര്യമായി ആവശ്യമാണ്. പണം ഉണ്ടാക്കാനായി നിതീഷ് ഒരു പുതിയ മാർഗം കണ്ടുപിടിച്ചു. അതാണ് മോഷണം. ആ മോഷണം അവൻ സ്വന്തമായി ചെയ്യത്തില്ല. മോഷണം അവൻ നടത്തിക്കും വിഷ്ണുവിനെ കൊണ്ട്. നിതീഷ് കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നിതീഷ് പറഞ്ഞു കൊടുക്കുന്ന ലൊക്കേഷൻ അവിടെയൊക്കെ മോഷണം നടത്തുക എന്നുള്ളതാണ് വിഷ്ണുവിന്റെ ജോലി. മോഷ്ടിക്കുന്ന സാധനങ്ങൾ നിതീഷ് പറയുന്ന സ്ഥലത്ത് ആ രാത്രി കൊണ്ടിടണം. പിറ്റേന്ന് പകലായിരിക്കും ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വിറ്റ് പണം വിഷ്ണു ഉണ്ടാക്കുന്നത്. പണം കയ്യിലെത്തിക്കഴിഞ്ഞാൽ വിഷ്ണു ചെയ്യേണ്ടത് നിതീഷ് പറയുന്ന ശൈലിയിലുള്ള ആഹാര സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. ഏത് മോഷണം കഴിഞ്ഞാലും ഗന്ധർവന് ശരിക്കും നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കണം. വിഷ്ണുവിന്റെ വീട്ടിലെ ഒരു മുറി ഗന്ധർവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ മുറിയിലേക്ക് നിതീഷ് പറയുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് വിഷ്ണു എത്തിക്കും. ആ മുറിയിൽ ഗന്ധർവനായിരിക്കുന്ന നിതീഷ് മുറി അടച്ചതിന് ശേഷം ആ ഭക്ഷണം മുഴുവൻ കഴിക്കും. ആ സമയത്ത് ഒരു നുള്ളു ആഹാരം പോലും കഴിക്കാനാകാതെ പുറത്ത് വിഷ്ണു കാവലിരിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് സുമയ്ക്കും അതുപോലെ വിദ്യയ്ക്കുമുള്ളത്. എന്താണ് അവരുടെ ചുറ്റും സംഭവിക്കുന്നുള്ള കാര്യം ആ മൂവർക്കും അറിവുള്ള കാര്യമല്ല. ഈ ശൈലിയിൽ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ആ ആക്രി സ്ഥാപനത്തിനകത്ത് മോഷണം നടക്കുന്നത്. അവിടെ നിന്ന് ആദ്യം ഏകദേശം 30,000 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു. വീണ്ടും മോഷ്ടിക്കാൻ അവിടെ ഒരു അവസരം ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് നിതീഷ് വിഷ്ണുവിനെ അവിടേക്ക് അയച്ചത്. അത് പക്ഷേ അന്ന് ആ ആക്രി വ്യാപാരിയുടെ മകന്റെ കണ്ണിപ്പെട്ടു. അവൻ വളരെ വളരെ യാദൃശ്യവശാൽ ഒരു വിവാഹം കഴിഞ്ഞിട്ട് അവിടെ ആ സമയത്ത് എത്തിയതുകൊണ്ട് മാത്രം അവന് അത് കണ്ടുപിടിക്കാൻ പറ്റിയതാണ്. അങ്ങനെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് വിഷ്ണുവിൽ നിന്ന് നിതീഷിലേക്കും ഈ 2 കൊലപാതകത്തിലേക്കും കാര്യങ്ങൾ എത്തിയത്. ഇപ്പോ നിതീഷും വിഷ്ണുവും റിമാൻഡിലാണ്. സുമയും വിധിയും ഏതാണ്ട് സ്വബോധത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു. സുമയുടെ മകൾ വിദ്യ PG സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അന്ന് ഡിഗ്രിക്ക് വിഷ്ണു പഠിക്കുകയാണ്. വിദ്യാസമ്പന്നരായ ആ 2 ചെറുപ്പക്കാരെയും ശരിക്കും ഈ ശൈലിയിലേക്ക് മാറ്റിയെടുത്ത നിതീഷ് വെറും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ളവനാണ്. അവൻ അതിവിദഗ്ധമായ ഒരുക്കിയ കെണിയിൽ ആ 4 സംഘം പെട്ടുപോവുകയായിരുന്നു. നമ്മൾ ഒരുപാട് ക്രിമിനലുകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭക്ഷണം കൊടുക്കാതെ ഒരാളെ
മോഷ്ടിക്കാൻ വിട്ട് അയാളെ കൊണ്ട് സാധനങ്ങൾ മോഷ്ടിപ്പിച്ച് അത് വിറ്റ് കാശുണ്ടാക്കി ആ കാശ് ഉപയോഗിച്ച് അവനെ കൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങിച്ച് ആ ഭക്ഷണം അവൻ്റെ മുന്നിൽ ഇരുന്ന് തന്നെ കഴിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. ഈ നിതീഷിനെ വിചാരണയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ്. ശരിക്കും ജയിലിൻ്റെ മതിലിടിഞ്ഞാലും പുറത്തു വരാത്ത ശൈലിയുള്ള ഒരു വിധിയാണ് നിതീഷിൻ്റെ കാര്യത്തിൽ വേണ്ടത്. ഇവനെപ്പോലെ ഒരുവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല എന്നതാണ് സത്യം. ഒരു തവണ തൂക്കിയാലൊന്നും ഇവൻ ചെയ്ത കുറ്റങ്ങൾക്ക് പരിഹാരമാവത്തില്ല. പക്ഷേ നമ്മുടെ നിയമം ഒരേ ഒരു തവണ മാത്രമേ ഒരാളെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കൂ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. 2016 4 ദിവസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ നിതീഷ് കൊല്ലുന്നത്. 2023 രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത്. ഈ 2 സംഭവങ്ങളും കൊലപാതകങ്ങളാണെന്ന് ആ വീട്ടുകാർക്ക് മനസ്സിലായില്ല എന്നതാണ് നമ്മളെ എല്ലാവരെയും അലട്ടുന്ന കാര്യം. ആ ശൈലിയിലേക്ക് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാനും ഈ നിതീഷിനെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ്റെ ക്രിമിനൽ ബുദ്ധിയുടെ ആഴമാണ് നമ്മൾ അളക്കേണ്ടത്. അത്രയും ആഴം ക്രിമിനൽ ബുദ്ധിക്കുള്ള ഒരാൾ സമൂഹത്തിൽ ജീവിക്കാൻ അനുയോജ്യനല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ കൊലപാതക കഥകൾ മാത്രമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഒരു സേനയെ തോൽപ്പിച്ച് ശരിക്കും അമ്പരപ്പിക്കുന്ന, നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തെ മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോൾ മറ്റൊരു മനുഷ്യൻ സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഹീറോയായി മാറിയ ഐതിഹാസികമായ ആ കഥ കൂടി ഇതിനോടൊപ്പം കേൾക്കുന്നത് നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യണം. താങ്ക് യു.